സംസ്ഥാന അവാർഡ് ജേതാവിൽ നിന്നും നേരിട്ട് തേനീച്ച കൃഷിയിൽ സൗജന്യ പരിശീലനം. തേനീച്ച കൃഷിയിൽ നിന്നും കോടികൾ സമ്പാദിക്കുന്ന ഒരു സാധാരണ കർഷകനിൽ നിന്നും നേരിട്ട് തേനീച്ച കൃഷിയിൽ പരിശീലനം നേടാം. കൂടാതെ ഈടുകളൊന്നുമില്ലാതെ 1 കോടി രൂപ സബ്സിഡിയോടെ ലഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഖാദി ബോർഡിന്റെയും അംഗീകാരമുള്ള ഈ കേന്ദ്രത്തിൽ ഒരു ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് മതി സബ്സിഡി ലഭിക്കാൻ. കട്ടപ്പന തൊപ്പിപ്പാളയിൽ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ബീ കീപ്പിംഗ് യൂണിറ്റിന്റെ ഉടമയാണ് തേനീച്ച കർഷകനായ പി.കെ. രാജു. ഞാൻ 4ാം ക്ലാസ് വരെ എൻ്റെ ഇവിടെ പഠിച്ചു. ഇവിടെ ഞങ്ങൾക്ക് 4ാം ക്ലാസ് വരെ എന്തുണ്ടായിരുന്നുള്ളൂ, സ്കൂളുള്ളൂ. 5, 6, 7 തൊട്ട് 10 വരെ പഠിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് അമ്മ വീട്ടിൽ വിട്ടു. അമ്മ വീട് ഈരാറ്റുപേട്ട സ്ഥലത്ത് ചേർന്നാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തേനീച്ച വളർത്തിക്കോണം. ഇതാണ് 83, 84 കാര്യം പറയുന്നത്. തേനീച്ച വളർത്തുവാണെങ്കിൽ പൈസ ഉണ്ടാക്കാം, സ്ഥലവും മേടിക്കാം. അപ്പോൾ ഈ പുള്ളി എമ്പടി സ്ഥലം മേടിക്കുക. ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുക, അവിടെ എല്ലാം കൊടുക്കുന്നവർ മേടിക്കാന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ തേനിന് 25 രൂപയുള്ളൂ. അന്നേരം വില ഒരു കുപ്പി മേടിക്കുക 25 രൂപയുള്ളൂ. പക്ഷേ 50 രൂപയുള്ളൂ ഒരു സെന്റ് സ്ഥലത്തിന്. 80, 85 കാലഘട്ടത്തിൽ അത്രയൊക്കെ എന്തുള്ളൂ, സ്ഥലത്തിന് എന്തുള്ളൂ, വിലയുള്ളൂ. അപ്പൊ പുള്ളിക്ക് 1 സെന്റ് മേടിക്കണേ എത്ര കുപ്പി തേൻ കൊടുത്താൽ മതി? 2 കുപ്പി തേൻ കൊടുത്താൽ മതി. അപ്പൊ ഡെസ്ക് നിറച്ചെന്തിരിക്കുക. ഇതെല്ലാം വിൽക്കുന്ന പൈസ പുള്ളി സ്വരൂപിക്കുന്നു. പുള്ളി അവിടെയൊക്കെ 10 സെന്റ്, 20 സെന്റ്, 5 സെന്റൊക്കെ മേടിച്ച് കൂട്ടുക. അപ്പൊ ചെറിയ സെന്റ് കൊടുക്കുന്നവരെല്ലാം ആശ്രയിക്കുന്ന ആരെയാ? പുള്ളി എന്നോട് പറഞ്ഞു, ഇത് പഠിക്കുവാണെങ്കിൽ എന്തൊക്കെ നേടാം, പൈസ ഉണ്ടാക്കാൻ സ്ഥലവും. കേരളത്തിലെ ഏറ്റവും മികച്ച തേനീച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വ്യക്തിയാണ്. രാജ്യത്തെമ്പാടുമുള്ള മരുന്നു കമ്പനിക്കാരും മറ്റു കടക്കാരും ഇവിടെ നിന്നുമാണ് തേൻ വാങ്ങിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഇവിടെ തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കാനെത്തുന്നു. തേനീച്ചകൾ തേനും പോകുമ്പോഴേ അവർ കുഴിമന്തിയോ അല്ലാത്ത മന്തിയിലൊന്നും പുറകെ പോകുന്നില്ല. അപ്പൊ അവർക്ക് ഈ പറയുന്ന രോഗങ്ങളോ പീഡകളോ ഒന്നും വരുന്നുമില്ല. അവരെപ്പോഴും ആരാണ്? ആരോഗ്യവന്മാരാ. എല്ലാവരും എന്തെടുക്കുന്നവരാ? പണിയെടുക്കുന്നവരാ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ പിറന്ന ആണും പെണ്ണും പണിയെടുക്കണോ വേണ്ടയോ? പണിയെടുത്താൽ ആ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് നോക്കി. എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള തേനിൽ തീർത്ത ദിവ്യ ഔഷധവും ഇവിടെ മിതമായ വിലയിൽ ലഭിക്കുന്നു. രാജുവിന്റെ കുടുംബം തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും രാജുവിനെ സഹായിക്കുന്നത്. തേനെടുക്കാനും മറ്റു പണികൾക്കുമായി ജീവനക്കാരുമുണ്ട്. എല്ലാ മാസവും 2ാം ശനിയാഴ്ച ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ രാജു സൗജന്യ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. രാജുവിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് തേൻ കൃഷി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നിരവധി പേർ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സുഖമായി ജീവിക്കുന്നു. താൻ പഠിപ്പിച്ചുവിട്ട് തേൻ കൃഷി തുടങ്ങിയവരുടെ തേൻ നല്ല വിലയ്ക്ക് രാജു തന്നെ വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി ലോകമെമ്പാടും വിതരണം ചെയ്യുകയാണ് ഈ തേനീച്ച കർഷകൻ. തേനീച്ച കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ പ്രചാരണം നൽകുന്നതിനുമായി രാജു കുമളിയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ബി ഹബ്ബ് 2026 ഫെബ്രുവരിയിൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും. വിദ്യാർത്ഥികൾക്കും തേനീച്ചകളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കും ഈ ഹബ്ബ് ഒരു വഴികാട്ടിയാകും. രാജു സ്വന്തമായി വികസിപ്പിച്ചെടുത്ത തേനിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത വിവിധ ഉൽപ്പന്നങ്ങളും ഈ ഹബ്ബിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഹരികുമാർ മറ്റക്കര എന്ന യൂട്യൂബ് ചാനലിൽ നിന്നും ലഭിക്കും.